മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനത്ത് ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വം വിജിലൻസ് SP ആണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതേസമയം മകരവിളക്ക് ദിവസം പമ്പയിൽ ഷൂട്ടിംഗ് നടന്നെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഷബീദ് റാവുത്തർ തന്നെ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ ഷബീദ്. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് സിനിമാ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ലഭിച്ച പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് SP അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ സന്നിധാനത്ത് മകരവിളക്ക് ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. അതേസമയം പമ്പയിൽ മകരവിളക്ക് ദിനത്തിൽ ഉൾപ്പെടെ ഒരാഴ്ചയിലേറെ സിനിമാ ഷൂട്ടിംഗ് നടന്നതായി ഈ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷൂട്ടിങ്ങിന് സംവിധായകൻ അനുരാജ് മനോഹറിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ അനുമതി നൽകിയിരുന്നതായും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. കൂടാതെ ഈ കണ്ടെത്തൽ, അതായത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ തീരുമാനം. പമ്പയിൽ അനുമതിയില്ലാതെ സിനിമാ ഷൂട്ടിംഗ് നടത്തിയതിന് അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. വനത്തിൽ അതിക്രമിച്ച് കയറിയെന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. സിനിമാ ഷൂട്ടിങ്ങിന് തന്നോട് ഫോണിലൂടെ സംവിധായകൻ അനുമതി തേടിയിരുന്നുവെന്നും ഹൈക്കോടതിയുടെ നിയന്ത്രണമുള്ളതിനാൽ അന്ന് തന്നെ അനുമതി നിഷേധിച്ചിരുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സന്നിധാനത്ത് മകരവിളക്ക് ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടില്ല. അതേസമയം പമ്പയിൽ ഔദ്യോഗിക അനുമതിയില്ലാതെ ഷൂട്ടിംഗ് നടന്നിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഇനി ഹൈക്കോടതി എടുക്കുന്ന തുടർ നിലപാട് അത് നിർണായകമായി മാറും. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.